നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിച്ചാറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫ്രണ്ട് എന്നുള്ള ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ആക്ടിവിറ്റീസിൻ്റെ സീരീസിലോട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് നമുക്ക് ലെറ്റ്സ് എക്സ്പ്ലോർ ദ പോം എന്ന് പറഞ്ഞിട്ട് 4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 4ലും കൂടെ ആൻസേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞത് എന്താണ് ആ കവിതയിൽ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഓൾറെഡി നല്ലൊരു സുഹൃത്ത് എന്താണ് അല്ലെങ്കിൽ എന്തായിരിക്കണം എന്നാണ് നമുക്ക് ഈ കവിതയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിനെ ഞാൻ കുറച്ചൊരു 4 പോയിന്റ്സ് ആക്കി ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റ്സ് തന്നെയാണ് ഇതിൽ ഓരോന്നിലും ആൻസേഴ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. സെപ്പറേറ്റ് നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല, സെയിം സംഭവങ്ങൾ തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ 4 പോയിന്റ്സ് എന്താണെന്ന് നോക്കാം. സ്റ്റാൻഡ്സ് ടു ഷെയർ എവരിത്തിങ്, നമുക്ക് എന്ത് കാര്യവും നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളായിരിക്കും. ഹി സ്ട്രെങ്ത് ഇസ് യോഴ്സ്, അവൻ്റെ അല്ലെങ്കിൽ ആ ഒരു സുഹൃത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് എന്തുകൂടെയാണ്, നമ്മുടെ കൂടെ ശക്തിയാണ്. യുവർ വെൽഫെയർ ഇസ് ചീഫ് കൺസേൺ, അവൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ നന്മയായിരിക്കും. ലൈഫ് വിത്ത് ഹിം ഇസ് ഡബിൾ ഗാർഡഡ്, അവൻ്റെ കൂടെയുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ഡബിൾ ഗാർഡറാണ്. ആ വേർഡ് ഒന്ന് പഠിച്ചു വെക്കണേ. ഡബിൾ ഗാർഡഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇരട്ട സംരക്ഷണം നമുക്ക് കിട്ടും. നമ്മളെ അത്രയും സേഫ് ആക്കിയിട്ട് നിർത്താൻ ആ ഒരു സുഹൃത്ത് സഹായിക്കും എന്നൊക്കെയാണ്. അപ്പം നമുക്കിതിലുള്ള ചോദ്യങ്ങളും ഇതൊക്കെ തന്നെയായിരുന്നു. ആരാണ് നല്ലൊരു സുഹൃത്ത്, അല്ലെങ്കിൽ എന്താണ് ഒരു സുഹൃത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. അത് നമുക്ക് ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഏതാ, നമുക്ക് എന്തും ഷെയർ ചെയ്യാം, നമ്മുടെ എന്താ പറയുക സ്ട്രെങ്ത് അവനാണ്, നമ്മുടെ വെൽഫെയർ അവന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ നമ്മളെ ഡബിൾ ഗാർഡറായിട്ട് സംരക്ഷിക്കുന്നതാണ്. ഇതൊക്കെയും അതിൻ്റെ ആൻസർ ആയിട്ട് എഴുതാം. അതേപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു, നല്ലൊരു സുഹൃത്ത് അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തിൽ നിന്നും എന്താണ് നമുക്ക് ലേൺ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ആ ഒരു നല്ല സുഹൃത്ത് എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്താണ് ലേൺ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ എഴുതാം. മൂന്നാമത് നമ്മൾ എങ്ങനെയാണ് അവൻ സെക്യൂർ ആയിട്ട് വെക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും തന്നെയാണ് ആ ഒരു നമ്മുടെ സ്ട്രെങ്ത് അവനാണെന്നും അതേപോലെ തന്നെ നമ്മളെ ഒരു ഇരട്ട കവചമായിട്ട് ഡബിൾ ഗാർഡഡ് ആയിട്ട് അവൻ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള പോയിന്റ്സ് ഒക്കെ എഴുതാം. അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ കവിതയിൽ നല്ല സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നല്ല സുഹൃത്താവുന്നതിനെ എൻകറേജ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനും ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത് സെപ്പറേറ്റ് നമുക്ക് ഓരോന്നിനും ആൻസേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് നമുക്ക് പഠിച്ചിട്ട് എഴുതേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഇനി നമുക്ക് മെയിൻ ആക്ടിവിറ്റീസിലോട്ട് പോവാം. ഫസ്റ്റ് ആക്ടിവിറ്റി, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട്, കംപ്ലീറ്റ് ദ വേർഡ് വെബ് ഗിവൺ ബിലോ. അപ്പം നമുക്കൊരു വേർഡ് വെബ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താ ചോദിച്ചിട്ടുള്ളത്, നല്ലൊരു സുഹൃത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു അറിവിൽ നിന്ന് എടുത്ത് എഴുതണമെന്നില്ല, നമ്മുടെ പോമിൽ തന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വേർഡ്സ് ഞാനവിടെ എഴുതിയിട്ടുണ്ട്. സ്റ്റേസ് ഓൾവേസ്, എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ആളായിരിക്കും. പ്രൈസസ്, നമ്മളെപ്പോഴും ഇങ്ങനെ എന്താ പറയുക പുകഴ്ത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആളായിരിക്കും. നമ്മുടെ സ്ട്രെങ്ത് ആയിട്ട് കൂടെ നിൽക്കുന്ന ആളായിരിക്കും. വെൽവിഷർ, നമ്മൾ പറഞ്ഞു ഓൾറെഡി നമ്മുടെ വെൽഫെയർ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ നന്മയായിരിക്കും അവന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞല്ലോ. അതിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വെൽവിഷർ, നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന അഭ്യുദയകാംക്ഷി എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. പിന്നെ നമുക്ക് വേണ്ടി എപ്പോഴും പ്രേ ചെയ്യുന്ന ആളായിരിക്കും, പ്രാർത്ഥിക്കുന്ന ആളായിരിക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ് എന്തായിരുന്നു, നമ്മുടെ ഡബിൾ ഗാർഡ്സ്, നമ്മളെ അത്രയും ഇരട്ട കവചമായിട്ട് നമ്മളെ സംരക്ഷിക്കുന്ന വ്യക്തിയും ആയിരിക്കും. ഇത്തരത്തിലുള്ള കുറച്ച് വേർഡ്സ് ഒക്കെ ഈ ഒരു കവിതയിൽ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്തായിരുന്നു, എ ഫ്രണ്ട് ഇസ് വൺ ഹു സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. നമ്മുടെ പോമിലുള്ള ലൈനായിരുന്നു. ഇതിൻ്റെയൊക്കെ മീനിങ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ദ വേർഡ്സ് കെയർ ആൻഡ് ഷെയർ എൻഡ് വിത്ത് ദ സെയിം സൗണ്ട്. അപ്പോൾ ആ 2 വാക്കുകൾ നോക്കിക്കേ, കെയർ എന്നൊരു വാക്കുമുണ്ട്, ഷെയർ എന്നൊരു വാക്കുമുണ്ട്. അപ്പോൾ രണ്ടും എൻഡ് ചെയ്യുന്നത് ഒരേപോലെയാണ്. കെയർ ഷെയർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു എന്താ പറയുക കെയർ ഷെയർ എന്ന് പറഞ്ഞ് എൻഡ് ചെയ്യുന്ന 2 വേർഡ്സും ഒരേ സൗണ്ട് വെച്ചിട്ടാണ് അവിടെ അവസാനിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകളെ നമ്മൾ എന്താ പറയുക, ദേ ആർ കോൾഡ് റൈമിങ് വേർഡ്സ്. ഒരേ സൗണ്ട്സ് വെച്ച് എൻഡ് ചെയ്യുന്ന ഒരു ലൈനിൻ്റെ ലാസ്റ്റ് വേർഡ് ഒരേ സൗണ്ട് വെച്ചിട്ട് എൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ റൈമിങ് വേർഡ്സ് എന്നാണ് പറയുന്നത്. ഫൈൻഡ് ഔട്ട് മോർ റൈമിങ് വേർഡ് ഫ്രം ദ പോം. അപ്പോൾ കവിത നോക്കിക്കേ, ഇതിൽ അതേപോലെ ഷെയർ കെയർ എന്ന് പറയുന്നത് പോലെ ലാസ്റ്റ് വേർഡ് ഓരോ ലൈൻ്റെയും ലാസ്റ്റ് വേർഡും തൊട്ടടുത്ത വേർഡ്സും ഒരേപോലെ എൻഡ് ചെയ്യുന്ന വേറെ എത്ര വേർഡ്സ് ഉണ്ടെന്ന് നോക്കിക്കേ. അപ്പോൾ അതിലെ എല്ലാ വേർഡ്സും അങ്ങനെ തന്നെയാണ്, എല്ലാ ലൈൻസും അങ്ങനെ തന്നെയാണ് എൻഡ് ചെയ്യുന്നത് അല്ലേ. ഒന്ന് നേരെ നോക്കൂ. അപ്പോൾ അതിൽ നമുക്ക് ഓരോ വേർഡ്സ് നമുക്ക് എടുത്ത് പറയാം. ചോയ്സ്, വോയിസ്, അപ്പോൾ രണ്ടും സ് എന്ന് പറഞ്ഞിട്ടാണ് എൻഡ് ചെയ്യുന്നത്, ചോയ്സ് വോയിസ്. പിന്നെ എന്താണ് വിം, ഹിം, അപ്പോൾ അതെങ്ങനെ എൻഡ് ചെയ്യുന്നത്, എന്നുള്ളൊരു സൗണ്ട് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. പിന്നെ സ്മോൾ, ഓൾ, അപ്പോൾ രണ്ടും എങ്ങനെ എൻഡ് ചെയ്യുന്ന എന്ന് പറഞ്ഞിട്ട് സൗണ്ട് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. ടേൺ, കൺസേൺ, രണ്ടും എങ്ങനെയാണ് എന്നൊരു സൗണ്ട് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. ബി, സി, രണ്ടും എങ്ങനെയാണ് ഇ എന്ന് വെച്ചിട്ടാണ് അവസാനിക്കുന്നത്. ടെൽ, വെൽ, അവിടെയും ഒരു ഇൽ സൗണ്ട് വെച്ചിട്ടാണ് അവസാനിക്കുന്നത്. ഫ്രണ്ട്, എൻഡ്, അവിടെ എന്താണ് ഒരു ഇൻഡ് സൗണ്ട് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ ലാസ്റ്റ് വേർഡിൻ്റെ ലാസ്റ്റ് സൗണ്ട് ഒരേപോലെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റൈമിങ് വേർഡ്സ് എന്ന് പറയുക. അപ്പോൾ അത്തരത്തിൽ റൈമിങ് വേർഡ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അത്തരത്തിൽ ഓരോ ലൈനിൻ്റെയും ലാസ്റ്റ് വേർഡ് നോക്കുക, അതിൻ്റെ ലാസ്റ്റ് സൗണ്ടും തൊട്ടടുത്ത് കിടക്കുന്ന വേർഡ് ലൈനിലെ ലാസ്റ്റ് വേർഡിൻ്റെ ലാസ്റ്റ് സൗണ്ടും ഒരേപോലെയാണോ എൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ 2 വാക്കുകൾ എന്താണ്,
റൈമിങ് വേർഡ്സ് ആണ്. അപ്പോൾ ഇത് ഇനിയുള്ള ഒരുപാട് ചാപ്റ്റേഴ്സിൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ കാര്യം ഒന്ന് കറക്റ്റായിട്ട് പഠിച്ച് വെച്ചേക്കണേ. ഇനി നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. യു ഓൾ ഹാവ് ഫ്രണ്ട്സ് ഹാവിങ് ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ടല്ലോ അല്ലേ? ഡു യു നോ ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഓഫ് യുവർ ഫ്രണ്ട്സ്? തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്തായാലും ഉണ്ടായിരിക്കും. ആൾക്ക് എന്താണ് ഇഷ്ടം, ആൾക്ക് എന്താണ് ഇഷ്ടമല്ലാത്തതെന്നൊക്കെ നമുക്ക് അറിയുമായിരിക്കും. ആസ്ക് യുവർ ഫ്രണ്ട്സ് അബൌട്ട് ദെയർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ആൻ എക്സാമ്പിൾ ഇസ് ഗിവൺ ഫോർ യു. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിനോട് ചോദിക്കാൻ പറയുകയാണ് എന്തൊക്കെയാണ് നിനക്ക് ഇഷ്ടം, എന്തൊക്കെയാണ് നിനക്ക് ഇഷ്ടമല്ലാത്തത്. നമുക്ക് അറിയുമായിരിക്കും, ഒരു ഇതൊക്കെ നമുക്ക് അറിയുമായിരിക്കും എന്തൊക്കെയാണ് അവന് അല്ലെങ്കിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇഷ്ടമല്ലാത്തത്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ടോമി ലൈക്സ് ഫുട്ബോൾ. ടോമിക്ക് എന്ത് ഇഷ്ടമാണ്? ഫുട്ബോൾ ഇഷ്ടമാണ്. ഹി ഡസൻറ്റ് ലൈക്ക് ക്രിക്കറ്റ്. പക്ഷെ അവൻ എന്ത് ഇഷ്ടമല്ല? ക്രിക്കറ്റ് ഇഷ്ടമല്ല. അപ്പം അത്തരത്തിൽ നമ്മുടെ ഫ്രണ്ടിനോട് ചോദിച്ചിട്ട് എന്തൊക്കെയാണ് ഇഷ്ടമുള്ളത്, എന്തൊക്കെയാണ് ഇഷ്ടമില്ലാത്തത് എന്നൊന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് സ്വയം ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഡ്രസ്സിൻ്റെ കാര്യം ചോദിക്കാം, ഫുഡിൻ്റെ കാര്യം ചോദിക്കാം, ഫിലിമിൻ്റെ കാര്യം ചോദിക്കാം, പ്ലേസിൻ്റെ കാര്യം ചോദിക്കാം. ഈ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ജസ്റ്റ് ഒരു കുറച്ച് ലൈൻസ് ഒന്ന് എഴുതാനായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആക്ടിവിറ്റീസ് ആയിട്ട് വരുന്നുള്ളൂ. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് ഡിസ്കഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. താങ്ക്